വിശദമായ വാർത്തയിലേക്ക്. കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുന്നത് തീരുമാനിക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം തുടരുകയാണ്. രാത്രി കർഫ്യൂ, വാരാന്ത്യ ലോക്ഡൌൺ എന്നിവ ഒഴിവാക്കുന്നതിൽ തീരുമാനമുണ്ടാകും. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം വൈകിട്ട് 6 മണിക്കുണ്ടാകും. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട്. ഉമേഷ്, എങ്ങനെ പുരോഗമിക്കുന്നു അവലോകന യോഗം? എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പ്രധാനമായും ഇന്ന് തീരുമാനിക്കാൻ സാധ്യത? വിവരങ്ങൾ. ഇന്ന് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഈ അവലോകന യോഗത്തിന്റെ തീരുമാനങ്ങൾ പ്രധാനമായി അറിയിക്കുകയാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നതിന്റെ ലക്ഷ്യം. ഇപ്പോഴും അവലോകന യോഗം അവസാന ഘട്ടത്തിലെത്തി. പ്രധാനമായ തീരുമാനത്തിലേക്ക് എത്താൻ സാധ്യത നിലവിലെ വാരാന്ത്യ ലോക്ഡൌൺ പൂർണ്ണമായി പിൻവലിക്കാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ രാത്രി കർഫ്യൂവും പിൻവലിക്കാൻ സാധ്യതയുണ്ട്. നേരത്തെ തന്നെ അത്തരം ചർച്ചകൾ നടത്തിയിരുന്നെങ്കിലും കഴിഞ്ഞ അവലോകന യോഗത്തിൽ ഒരാഴ്ച കൂടി ഈ ഒരു ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ പിൻവലിക്കേണ്ടതില്ല എന്നുള്ള ആലോചനയുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇന്നത്തെ അവലോകന യോഗം ചേരുന്നത്. ഇതിലാണ് അത്തരം ഒരു ധാരണയിലേക്ക് എത്താൻ സാധ്യത കൂടുതലാണ്. എന്തായാലും തീരുമാനങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. യോഗശേഷം ഒരുപക്ഷെ തീരുമാനങ്ങൾ ലഭിച്ചു തുടങ്ങും. അതുകൂടാതെ ക്വാറന്റൈൻ ലംഘനങ്ങൾക്ക് ശക്തമായ കൂടുതൽ പിഴ ഈടാക്കാനും കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കുന്നുണ്ടോ എന്നുള്ള പരിശോധനകൾ കൂടുതൽ ശക്തമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അത് ഒരുപക്ഷെ 2 ആഴ്ച ഇത്തരത്തിലുള്ള പരിശോധനകളും കൂടുതൽ പിഴ ചുമത്തിയും കൊണ്ടുള്ള നടപടികൾ കൂടുതൽ മുന്നോട്ട് പോകാനാണ് സാധ്യത. നിലവിൽ ട്രിപ്പിൾ ലോക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങളുള്ള പ്രദേശങ്ങൾ എന്ന് പറയുന്നത് ഒരു പഞ്ചായത്തിലെ ഒരു വാർഡിൽ 1007 പേർ കോവിഡ് പോസിറ്റീവായി കഴിഞ്ഞാൽ ആ പ്രദേശം ലോക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത്. ഒരുപക്ഷെ അത് 7 എന്നുള്ളത് ഒരുപക്ഷെ കൂട്ടിയേക്കും. അതായത് കുറച്ചുകൂടി ഇളവ് നൽകിക്കൊണ്ട് ഒരു 1010 പേർ കോവിഡ് പോസിറ്റീവായാൽ മാത്രം ഒരു സ്ഥലത്ത് ലോക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. ശരി, നന്ദി ഉമേഷ്. കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് കോഴിക്കോട് DCC ഓഫീസിൽ ആൾക്കൂട്ടം. DCC പ്രസിഡന്റായി K. പ്രവീൺകുമാർ ചുമതലയേൽക്കുന്ന ചടങ്ങിലാണ് ഹാളിനകത്തും പുറത്തും കോൺഗ്രസ് പ്രവർത്തകർ തിങ്ങി നിറഞ്ഞത്. നിപ്പ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ലയിൽ അതിന്റെ വ്യാപനം എത്രത്തോളമെന്ന് വ്യക്തത വരാത്ത സാഹചര്യത്തിൽ കൂടിയാണ് ഈ ആൾക്കൂട്ടം. K. മുരളീധരൻ MP, AK രാഘവൻ, T. സിദ്ദിഖ് MLA എന്നിവർ പങ്കെടുത്ത യോഗത്തിലാണ് സാമൂഹ്യ അകലം പോലും മറന്ന് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ഒത്തുകൂടിയത്. തിരുവല്ലയിൽ ലോക്ഡൌൺ ലംഘിച്ച് സ്വീകരണ യോഗം സംഘടിപ്പിച്ചതിന് CPM പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. 50 പേർക്കെതിരെയാണ് നടപടി. FIR-ൽ ആരുടെയും പേര് രേഖപ്പെടുത്തിയിട്ടില്ല. തിരുവല്ല കുറ്റൂരിലാണ് ഞായറാഴ്ച CPM സ്വീകരണ യോഗം ഒരുക്കിയത്. ആശങ്കകൾക്കൊടുവിൽ ആശ്വാസമായി നിപ പരിശോധനാ ഫലം. പൂനെ നാഷണൽ വൈറോളജി ലാബിലേക്ക് അയച്ച 8 പേരുടെയും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പരിശോധിച്ച 2 പേരുടെയും ഫലങ്ങൾ നെഗറ്റീവാണെന്ന് സ്ഥിരീകരിച്ചു. ജാഗ്രതാ നിർദ്ദേശത്തിന്റെ ഭാഗമായി ചാത്തമംഗലം പഞ്ചായത്തിലെ മുഴുവൻ വഴികളും അടച്ചു. പൂനെ നാഷണൽ വൈറോളജി ലാബിലേക്ക് പരിശോധനയ്ക്കയച്ച സാമ്പിളുകളായിരുന്നു ഏറെ നിർണായകം. നിപ ബാധിച്ചു മരിച്ച മുഹമ്മദ് ഹാഷിമിന്റെ മാതാപിതാക്കളുടെയും രോഗലക്ഷണങ്ങളുള്ള ആരോഗ്യ പ്രവർത്തകരുമടക്കമുള്ള 8 പേരുടെ സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചിരുന്നത്. ഫലം വന്നപ്പോൾ ആശ്വാസ വാർത്തയെത്തി. 8 പേരുടെ 3 വീതം സാമ്പിളുകളുടെ ഫലം നെഗറ്റീവ്. പിന്നാലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് നടത്തിയ കൂടുതൽ പരിശോധനാ ഫലങ്ങളും നെഗറ്റീവായി. വളരെ ക്ലോസ് കോണ്ടാക്ട് ആയിട്ടുള്ളവർക്ക് നെഗറ്റീവാണ് എന്നുള്ളത് നമുക്ക് ഈ ഘട്ടത്തിൽ അല്പം ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. കൂടുതൽ സാമ്പിളുകൾ ഇപ്പോൾ നമ്മൾ പരിശോധനയ്ക്ക് എല്ലാ സാമ്പിളുകളും തന്നെ നമുക്ക് ഇന്ന് തന്നെ പരിശോധിക്കാനായി സാധിക്കും. ഇപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു കണ്ടെയ്ൻമെൻറ്റ് സോണിൽ ഹൗസ് ടു ഹൗസ് സർവൈലൻസ് ആരംഭിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റ് ജാഗ്രതാ പ്രവർത്തനങ്ങൾ ഇവരുടെ തന്നെ മറ്റ് കോൺടാക്ട്സുകളെല്ലാം ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. നിലവിൽ ഹൈറിസ്ക് വിഭാഗത്തിലുള്ള 48 പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ളത്. വരും മണിക്കൂറിൽ ഇവരുടെ പരിശോധനാ ഫലങ്ങളും പുറത്തുവരും. നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി ചാത്തമംഗലം പഞ്ചായത്തിലെ മുഴുവൻ വഴികളും അടച്ചു. ഇതിനായി കൂടുതൽ പോലീസിനെ പഞ്ചായത്ത് പരിധിയിൽ വിന്യസിച്ചു. എല്ലാ വാർഡുകളും പഞ്ചായത്തിലുള്ള മുഴുവൻ വാർഡുകളും അടക്കുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. പ്രധാനപ്പെട്ട റോഡുകൾ ഒഴിവാക്കിക്കൊണ്ട് പഞ്ചായത്തിലുള്ള MBR ക്യാൻസർ സെന്റർ ആശുപത്രി റോഡ് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു അടക്കലാണ് തീരുമാനിച്ചിട്ടുള്ളത്. വൈറസ് ബാധയുടെ ഉറവിടം കണ്ടെത്തുവാനുള്ള പരിശോധനയും തുടരും. കണ്ണൂരിലെ റീജിയണൽ ഡിസീസ് കൺട്രോൾ ലാബിൽ നിന്നുമുള്ള വിദഗ്ധരും ആരോഗ്യ, വനം, മൃഗസംരക്ഷണം എന്നീ വകുപ്പുകളും സംയുക്തമായാണ് പരിശോധന. ചാത്തമംഗലം പഞ്ചായത്തിലും പരിസരത്തും പനിയോ രോഗലക്ഷണമോ ഉള്ള മുഴുവൻ ആളുകളുടെയും കണക്കെടുപ്പ് തുടങ്ങി. ആശാ വർക്കർമാർക്കാണ് ഇതിന്റെ ചുമതല. ഒരു ആശാവർക്കർക്ക് 25 വീടെന്ന ക്രമത്തിലാണ് നിശ്ചയിച്ച് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ 2 മാസത്തിനിടെ മറ്റാർക്കെങ്കിലും നിപ്പ ലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18, കോഴിക്കോട്.
സ്വർണ്ണക്കടകളിൽ GST പരിശോധന നിർബന്ധമാക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ സ്വർണ്ണ വ്യാപാരികൾ രംഗത്ത്. സ്വർണ്ണക്കടകൾക്കുള്ളിലെ CCTV ദൃശ്യങ്ങൾ GST ഓഫീസിലും പോലീസ് സ്റ്റേഷനിലും ലഭ്യമാക്കുമെന്നത് വ്യാപാരികളുടെ സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റമാണ്. വ്യാപാര മേഖലയിൽ അനാവശ്യ ഇടപെടലുകൾ ഒഴിവാക്കണമെന്നും ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് എന്താണ് ഈ അസോസിയേഷന്റെ പ്രതികരണം? വിവരങ്ങൾ. ധന്യ, നികുതി പിരിവുമായി ബന്ധപ്പെട്ട GST യോഗത്തിന് ശേഷമാണ് മുഖ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയത്. സ്വർണ്ണക്കടകളിൽ GST പരിശോധന കർശനമാക്കുകയും സ്വർണ്ണക്കടകളിലെ CCTV ദൃശ്യങ്ങൾ പോലീസിനും GSTക്കും ലഭ്യമാക്കും എന്നും ആണ് അദ്ദേഹം അറിയിച്ചിരുന്നത്. ഈ തീരുമാനത്തിനെതിരായാണ് ഇപ്പോൾ സ്വർണ്ണ വ്യാപാരികൾ രംഗത്തെത്തിയിരിക്കുന്നത്. നിലവിൽ തന്നെ കോവിഡ് പ്രതിസന്ധി മൂലം കടുത്ത പ്രതികൂല സാഹചര്യങ്ങളിലൂടെയാണ് വ്യാപാരികൾ കടന്നുപോകുന്നത്. മാസങ്ങളോളം കടകൾ അടച്ചിട്ടു. പിന്നീട് കച്ചവടം സാധാരണഗതിയിലേക്ക് പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്തില്ല. ഇത്തരമൊരു സാഹചര്യത്തിലാണ് സർക്കാർ ഒരു യുദ്ധപ്രഖ്യാപനം നടത്തുന്നത് എന്ന് അവർ പറയുന്നു. നിലവിൽ തന്നെ പരിശോധനകൾക്കായുള്ള ആളുകൾ സ്വർണ്ണക്കടകളുടെ മുന്നിൽ കാത്തുകിടക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് കൂടുതൽ കർശനമായ പരിശോധനകൾ വരുന്നു എന്നറിയുമ്പോൾ ഉദ്യോഗസ്ഥർ ഒരു പീഡന ഉപാധിയായി ഈ പരിശോധനകൾ എടുക്കും എന്നാണ് സ്വർണ്ണക്കടകൾ പറയുന്നത്. മറ്റൊരു വ്യാപാര സ്ഥാപനങ്ങളിലും ഇല്ലാത്ത വിധമുള്ള പരിശോധന സ്വർണ്ണക്കടകളിൽ മാത്രം എന്തിനു നടപ്പിലാക്കുന്നു എന്നും അവർ ചോദിക്കുന്നു. വ്യവസായ സൗഹൃദ ഒരു അന്തരീക്ഷത്തിലൂടെ കേരളം കടന്നു പോകുന്നു എന്ന് അവകാശപ്പെടുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള പരിശോധനകൾ ഏത് സാഹചര്യത്തിലാണ് എന്നും അവർ വ്യക്തമാക്കുന്നു. എന്തായാലും വലിയ പ്രതിഷേധം തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്നും ഉയർത്തുന്നത്. ഒപ്പം ഈ പോലീസ് സ്റ്റേഷനുകൾക്ക് CCTV ദൃശ്യങ്ങൾ കൈമാറണം, GSTക്കും കൈമാറണം എന്ന തരത്തിലുള്ള കാര്യങ്ങളും വലിയ പ്രതിസന്ധി തന്നെ സൃഷ്ടിക്കും എന്ന് അവർ വ്യക്തമാകുന്നു. എന്തായാലും പ്രത്യക്ഷ സമരത്തിലേക്ക് തന്നെ നീങ്ങുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് ഈ സ്വർണ്ണ വെള്ളി വ്യാപാരികൾ. സ്വർണ്ണ വ്യാപാര മേഖലയിൽ നിന്ന് നികുതി പിരിച്ചെടുക്കേണ്ടതുണ്ടെന്ന് വ്യവസായ മന്ത്രി P. രാജീവ്. മുഖ്യമന്ത്രി കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. വിഷയം കൂടുതൽ പഠിച്ചതിന് ശേഷം പ്രതികരിക്കാമെന്നും P. രാജീവ്. മുഖ്യമന്ത്രി ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ മന്ത്രിസഭയുടെ ഫലമല്ല, അതിനെക്കുറിച്ച് വേറെ അഭിപ്രായങ്ങളൊക്കെ പ്രകടിപ്പിക്കേണ്ടത്. അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ധനവുമായി ബന്ധപ്പെട്ട് GST കളക്ഷന്റെ യോഗത്തിനകത്താണ് അദ്ദേഹം അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുള്ളത്. മറ്റു കാര്യങ്ങൾ വിശദാംശങ്ങൾ നോക്കേണ്ടത്. അല്ല, അദ്ദേഹം പറഞ്ഞതും മറ്റു കാര്യങ്ങൾ നോക്കേണ്ടി വരും. നികുതി എന്തായാലും പിരിച്ചെടുക്കുക എന്നുള്ള ഗവൺമെന്റിന്റെ സമീപനമാണ്. ഇന്ത്യൻ കപ്പലിന് നേരെ കടൽ കൊള്ളക്കാരുടെ ആക്രമണം. പശ്ചിമാഫ്രിക്കയിലെ ഗാബോണിൽ വെച്ചാണ് MV ടാമ്പർ എന്ന കപ്പലിന് നേരെ ആക്രമണമുണ്ടായത്. 2 പേർക്ക് വെടിയേറ്റു. കണ്ണൂർ മരക്കാർകണ്ടി സ്വദേശി ദീപക് ഉദയരാജും കപ്പലിൽ ഉണ്ടായിരുന്നു. ദീപക് ഉൾപ്പെടെ 17 പേരാണ് ആക്രമണത്തെ തുടർന്ന് ഗാബോണിൽ കുടുങ്ങിയിട്ടുള്ളത്. കപ്പലിലെ സെക്കൻഡ് ഓഫീസറായ ദീപകിനെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സഹായിക്കണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു. ദീപക് നിലവിൽ സുരക്ഷിതനാണെങ്കിലും വീണ്ടും കടൽ കൊള്ളക്കാരുടെ ആക്രമണം ഉണ്ടായേക്കുമെന്ന ആശങ്കയിലാണെന്ന് അച്ഛൻ ഉദയരാജ് ന്യൂസ് 18നോട് പറഞ്ഞു. തിരിച്ചു വരാനുള്ള സാഹചര്യം ഗവൺമെൻറ് തലത്തിൽ നിന്ന് ഉണ്ടാക്കിത്തരണം. എല്ലാ മീഡിയക്കാരും ഗവൺമെൻറ്റും കൂടി ഇടപെട്ടിട്ട് അവരെ തിരിച്ചു കൊണ്ടുപോകാനുള്ള ഇത് ചെയ്തിരിക്കണം. ഞാൻ സേഫാന്ന് പറയുന്നത്, ഞങ്ങളുടെ സേഫ് ഉള്ളവർ ഞങ്ങളൊക്കെ 14 പേര് ഇപ്പോൾ ഓൺ ബോർഡ് ഉണ്ട്. 3 പേര്, 2 പേര് ഹോസ്പിറ്റലിൽ, ഒരാൾ മിസ്സിംഗ് ആണ്. ഞങ്ങളെല്ലാവരും ഒരേ സ്ഥലത്ത് ഗ്യാങ് കൂട്ടമായിട്ട് ഇരിക്കുന്നുണ്ട്. വീൽ ഹൗസിൻ്റെ ഉള്ളിൽ 7 പേര് ഇങ്ങനെ പുറത്തൊക്കെ നോക്കി നിൽക്കും, എന്തെങ്കിലും പാരറ്റ്സ് വരുന്നുണ്ടോ ആകുന്നുണ്ടോ. ബാക്കി 7 പേര് റെസ്റ്റ് എടുക്കും. അങ്ങനെ ഞങ്ങൾ 24 hours അങ്ങനെ ഡ്യൂട്ടി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കളമശ്ശേരിയിൽ തോക്കുകൾ പിടിച്ച സംഭവത്തിൽ സ്വകാര്യ സെക്യൂരിറ്റി സ്ഥാപനത്തിലെ ജീവനക്കാർ അറസ്റ്റിൽ. 19 പേരാണ് അറസ്റ്റിലായത്. പിടിച്ചെടുത്ത 19 തോക്കുകൾക്കും ലൈസൻസ് ഇല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് അറസ്റ്റ്. SSV സെക്യൂരിറ്റി സ്ഥാപനത്തിനെതിരെയും ആയുധ നിരോധന നിയമപ്രകാരം കേസെടുത്തു. തോക്കുകൾ എത്തിച്ചത് ജമ്മു കാശ്മീരിലെ രജൌരിയിൽ നിന്നാണെന്ന് കണ്ടെത്തി. 17 സിംഗിൾ ബാരൽ തോക്കുകളും 2 ഡബിൾ ബാരൽ തോക്കുകളുമാണ് കളമശ്ശേരി പോലീസ് ഇന്നലെ പിടിച്ചെടുത്തത്. കോയമ്പത്തൂരിൽ യുവതിയുടെ മൃതദേഹം കാറിൽ നിന്ന് വലിച്ചെറിഞ്ഞു. ചിന്നപ്പാളയത്ത് പുലർച്ചെയാണ് സംഭവം. മൃതദേഹത്തിന് മുകളിലൂടെ വാഹനങ്ങൾ കയറിയിറങ്ങി. മൃതദേഹം ആരുടേതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. കൊലപാതകമെന്ന സംശയത്തിലാണ് പോലീസ്. അന്വേഷണത്തിനായി പ്രത്യേക സംഘങ്ങളെ നിയോഗിച്ചു. ഇടുക്കി പണിക്കൻകുടിയിൽ വീട്ടമ്മയെ കൊന്നു കുഴിച്ചുമൂടിയ സംഭവത്തിൽ പ്രതി ബിനോയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഇടുക്കി ഡിവൈഎസ്പി ഇമാനുവൽ പോളിന്റെ നേതൃത്വത്തിലായിരുന്നു ബിനോയുടെ വീട്ടിലെ തെളിവെടുപ്പ്. അതിക്രൂരമായാണ് സിന്ധുവിനെ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് പറഞ്ഞു. അടിച്ചു വീഴ്ത്തിയ ശേഷം മണ്ണെണ്ണയൊഴിച്ച് കത്തിച്ചു കൊല്ലാനായിരുന്നു പദ്ധതി. മണ്ണെണ്ണ ഒഴിച്ചപ്പോൾ കരഞ്ഞു കാലു പിടിച്ചതിനാൽ കത്തിക്കാനുള്ള ശ്രമം ഒഴിവാക്കി. തുടർന്ന് കഴുത്ത് ഞെരിച്ച ശേഷം മുഖം പൊത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് ബിനോയ് പോലീസിനോട് പറഞ്ഞു. കുഴിയെടുക്കാൻ ഉപയോഗിച്ച തൂമ്പയും മണ്ണെണ്ണയും ലൈറ്ററും പോലീസ് കണ്ടെത്തി. ഇയാളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും.
മാധ്യമപ്രവർത്തകർക്ക് മോശം സന്ദേശം അയച്ച കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ MD N പ്രശാന്ത് IAS-നെതിരെ കേസെടുത്തു. പത്രപ്രവർത്തക യൂണിയൻ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലാണ് നടപടി. കുറ്റകൃത്യം നടന്നതായി തെളിഞ്ഞതായും പ്രശാന്ത് സ്ത്രീത്വത്തെ അപമാനിച്ചതായും FIR-ൽ പറയുന്നു. ആഴക്കടൽ മത്സ്യബന്ധന വിവാദത്തിൽ മാതൃഭൂമി ലേഖികയുടെ വാട്സപ്പിലൂടെയുള്ള ചോദ്യങ്ങൾക്ക് അശ്ലീല ചുവയുള്ള സ്റ്റിക്കറുകൾ സഹിതമായിരുന്നു കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ MD N പ്രശാന്തിന്റെ മറുപടി. സംഭവം വിവാദമാകുകയും ചാറ്റ് സ്ക്രീൻഷോട്ടുകൾ പുറത്തുവരികയും ചെയ്തിരുന്നു. എന്നാൽ താനാണ് മറുപടികൾ അയച്ചതെന്നായിരുന്നു പ്രശാന്തിന്റെ ഭാര്യയുടെ വിശദീകരണം. സംഭവത്തിൽ പാലാരിവട്ടം പോലീസാണ് പ്രാഥമിക അന്വേഷണം നടത്തി FIR രജിസ്റ്റർ ചെയ്തത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്. സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന് പ്രാഥമികമായി തെളിഞ്ഞെന്ന് പോലീസ് FIR-ൽ പറയുന്നു. കേരള പത്രപ്രവർത്തക യൂണിയന്റെ പരാതിയെ തുടർന്നാണ് നടപടി. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി അന്വേഷിക്കാൻ പോലീസിനെ കൈമാറുകയായിരുന്നു. ന്യൂസ് 18 കൊച്ചി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ரமணா செஞ்ச தப்பு நீ செஞ்ச நியாயம். என்னால ரொம்ப கஷ்டப்பட்டிருக்கேன், மன்னிச்சு. വാർത്തകളിലേക്ക്. സെറോ മലബാർ സഭയിലെ കുർബാന ഏകീകരണത്തിനെതിരെ തൃശൂരിലും പ്രതിഷേധം. തൃശൂർ അതിരൂപതയിലെ വൈദികർ ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിലിനെ കണ്ട് പ്രതിഷേധം അറിയിച്ചു. ആരാധനാ ക്രമീകരണത്തിൽ തീരുമാനമെടുത്തപ്പോൾ കൂടിയാലോചനകൾ ഉണ്ടായില്ലെന്ന് വൈദികർ വ്യക്തമാക്കി. വിഷയത്തിൽ വൈദികർ ഒപ്പിട്ട് നൽകിയ നിവേദനം പരിഗണിച്ചില്ല. കുർബാന ഏകീകരണത്തിനെതിരെ അപ്പീൽ നൽകാനാണ് വൈദികരുടെ തീരുമാനം. പോലീസ് മർദ്ദനത്തിൽ കർഷകൻ കൊല്ലപ്പെട്ട ഹരിയാനയിലെ കർണാലിൽ കർഷകരുടെ മഹാപഞ്ചായത്ത്. സംയുക്ത കിസാൻ മോർച്ചയുടെ നേതൃത്വത്തിലാണ് മഹാപഞ്ചായത്ത് നടക്കുന്നത്. പ്രതിഷേധത്തെ തുടർന്ന് പ്രദേശത്തെ ഇന്റർനെറ്റ് വിച്ഛേദിച്ചു. 80 കമ്പനി പോലീസിനെയാണ് സുരക്ഷയ്ക്കായി വിന്യസിച്ചത്. പെഗസസ് ഫോൺ ചോർത്തൽ വിഷയവുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുന്നത് സുപ്രീംകോടതി മാറ്റി. അടുത്ത തിങ്കളാഴ്ച ഹർജികൾ പരിഗണിക്കും. അധിക സത്യവാങ്മൂലം സമർപ്പിക്കുന്നതിൽ തീരുമാനമെടുക്കാൻ കേന്ദ്രം കൂടുതൽ സമയം ആവശ്യപ്പെട്ടു. വിഷയം പരിശോധിക്കാൻ വിദഗ്ധ സമിതി രൂപീകരിക്കണമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. പാകിസ്ഥാനെതിരെ അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിൽ ആയിരങ്ങൾ പങ്കെടുത്ത കൂറ്റൻ പ്രകടനം. സ്ത്രീകൾ ഉൾപ്പെടെ വൻ ജനക്കൂട്ടം മുദ്രാവാക്യവുമായി തെരുവിലിറങ്ങി. അഫ്ഗാനിസ്ഥാനിലെ പാക് ഇടപെടലിനെതിരെയാണ് പ്രതിഷേധം. പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ താലിബാൻ ആകാശത്തേക്ക് വെടിവെച്ചു. പാക് ചാരസംഘടന ISIയുടെ മേധാവി കാബൂളിലെത്തിയതിന് പിന്നാലെ പാൻഷേർ പ്രവിശ്യയിൽ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കൂടുതൽ ആളുകളെ തിരികെ എത്തിക്കാൻ വിദേശകാര്യ മന്ത്രാലയം. അഫ്ഗാൻ പൌരന്മാർ അടക്കം 300ഓളം പേരെ അടുത്ത ആഴ്ചയോടെ ഇന്ത്യയിലെത്തിക്കാൻ നീക്കം. ഒഴിപ്പിക്കൽ ദൌത്യത്തിന് സജ്ജമാകാൻ ഇന്തോ തിബറ്റൻ അതിർത്തി സേനയ്ക്ക് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാജ്യത്തെ കോവിഡ് കണക്കുകളിൽ ആശ്വാസം. 31,222 പേർക്കാണ് പുതുതായി രോഗബാധ. കഴിഞ്ഞ 7 ദിവസത്തിനിടെ ഏറ്റവും കുറഞ്ഞ കണക്കാണിത്. 290 പേരാണ് 24 മണിക്കൂറിനിടെ കോവിഡ് ബാധിച്ച് മരിച്ചത്. 42,000-ലേറെ പേർക്ക് രോഗം ഭേദമായി. പ്രതിദിന കോവിഡ് രോഗികളുടെ കണക്കിൽ കേരളമാണ് ഒന്നാമത്.